ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഡിവിഡൻഡ് ഡിസിഷനിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിവിഡൻഡ് പോളിസി ഡിസ്കസ് ചെയ്തു. അതുപോലെ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി ഡിസ്കസ് ചെയ്തിട്ടാണ് നിർത്തിയത്. അത് അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ടൈപ്പ് മാത്രമാണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അത് ഏതായിരുന്നു? സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ആയിരുന്നു. അതായത് എല്ലാ കൊല്ലം നമ്മൾ ഏർണിങ്സിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായാലും നമ്മൾ എന്തിൽ വീഴ്ച വരുത്തില്ല? ഡിവിഡൻഡ് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തില്ല. എല്ലാ കൊല്ലം ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഡിവിഡൻഡ് പോളിസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. അതിൽ തന്നെ 3 വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ, ഒരു ഷെയറിന് ഇത്ര രൂപ വെച്ചിട്ട് എല്ലാ കൊല്ലവും കൊടുക്കും. സെക്കൻഡ് വൺ, നമ്മൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഇത്ര ഫിക്സഡ് പെർസെൻറ്റേജ് എവറി ഇയർ കൊടുക്കും. സെക്കൻഡ് വൺ. തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു ഷെയറിന് ഇത്ര രൂപ വെച്ചിട്ട് എവറി ഇയർ കൊടുക്കും ചെയ്യും. പ്ലസ് നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കൊല്ലം എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കും ചെയ്യും. അങ്ങനെ 3 സബ് ടൈപ്സും ഉണ്ട് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിക്ക്. ഞാൻ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് ആ ക്ലാസ്. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് ടൈപ്പാണ് റെഗുലർ ആൻഡ് എക്സ്ട്രാ ഡിവിഡൻഡ് പോളിസി. Regular and extra dividend policy. Under this policy, shareholders are paid a constant rupee dividend as a fixed percentage along with extra dividend. Under this policy, shareholders are paid a constant rupee dividend as a percentage along with the extra dividend. അതായത് റെഗുലർ ആയിട്ട് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുകയും ചെയ്യും, പ്ലസ് നമ്മൾ എക്സ്ട്രാ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും ചെയ്യും. അത് സ്റ്റേബിൾ ആവണമെന്നൊന്നുമില്ല. നമുക്ക് നേരത്തെ തന്നെ മൂന്നാമത്തെ ടൈപ്പിൽ എന്താ പഠിച്ചത്? നമ്മൾ ഒരു ഷെയറിന് ഇത്ര രൂപ വെച്ചിട്ട് മിനിമം എല്ലാ കൊല്ലം കൊടുക്കും ചെയ്യും, പ്ലസ് നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണ കൊല്ലം എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കും ചെയ്യും. അത് ഫസ്റ്റിലത്തെ സബ് 3 ആയിട്ട് പഠിച്ചു. ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ അണ്ടർ ദിസ് പോളിസി ദ ഷെയർ ഹോൾഡേഴ്സ് ആർ പെയ്ഡ് എ കോൺസ്റ്റന്റ് റുപ്പി ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ്. അവർ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എന്തായിട്ട് കൊടുക്കണു? ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കണു. എലോങ് വിത്ത് എക്സ്ട്രാ ഡിവിഡൻഡ് അവർ എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കും ചെയ്തു. ഇഫ് ദ ഏർണിങ്സ് ആർ ഹയർ ദാൻ ദ നോർമൽ ഏർണിങ്സ് ഇൻ എനി ഇയർ ദ കമ്പനി മേ പേ ആൻ അഡീഷണൽ ഓർ എക്സ്ട്രാ ഡിവിഡൻഡ് ഇൻ അഡീഷൻ ടു റെഗുലർ ഡിവിഡൻഡ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് നമ്മൾ കൊടുക്കണം. അതായത് നമ്മൾ ഫസ്റ്റിലത്തെ 2 പഠിച്ച പോലെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഡിവിഡൻറ്റും കൊടുക്കണം. അതാണ് സെക്കൻഡ് മെയിൻ ടൈപ്പ്, റെഗുലർ ആൻഡ് എക്സ്ട്രാ ഡിവിഡൻഡ് പോളിസി. ഓക്കെ, വ്യത്യാസം മനസ്സിലാക്കണം. നമ്മൾ സ്റ്റേബിളിൽ ഫസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു? പെർ ഷെയർ ആയിരുന്നു. സെക്കൻഡ് പഠിച്ചത് ഫിക്സഡ് പെർസെൻറ്റേജ് ആയിരുന്നു. ദെൻ ഫസ്റ്റിൻ്റെ മോഡിഫിക്കേഷനാണ് തേർഡ്. അതായത് സ്റ്റേബിളിലത്തെ ഫസ്റ്റിൻ്റെ മോഡിഫിക്കേഷനാണ് സ്റ്റേബിളിലത്തെ തേർഡ് വരുന്നത്. സ്റ്റേബിളിലത്തെ സെക്കൻഡിൻ്റെ മോഡിഫിക്കേഷനാണ് ഇവിടെ വരുന്നത്. അതിൽ നമ്മൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നു, പ്ലസ് നമ്മൾ എക്സ്ട്രാ ഡിവിഡൻറ്റ് കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കുന്ന കൊല്ലം കൊടുക്കും ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് റെഗുലർ ആൻഡ് എക്സ്ട്രാ ഡിവിഡൻറ്റ് പോളിസി. ഓക്കെ, then the third one is regular stock dividend policy. This is the policy of distributing shares, that means bonus shares, in lieu of cash dividend to the existing shareholder. നമ്മൾ റെഗുലർ ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ആ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ഷെയർ ആണ്. നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട്, ക്യാഷിന് ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് നമ്മൾ ക്യാഷായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. ഷെയർ രൂപത്തിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബോണസ് ഷെയർ എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ മുടക്കം കൂടാണ്ട് എല്ലാ കൊല്ലം റെഗുലർ ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ റെഗുലർ ഡിവിഡൻഡ് പേയ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് ഷെയർസ്, അതിന് വിളിക്കുന്ന പേരാണ് റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി. Next type is regular dividend plus stock dividend policy. This is the policy of giving regular dividend in cash and extra dividend in stock. അതായത് നമ്മൾ റെഗുലർ ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അത് ഇന്ന പെർസെൻറ്റേജ് ഫിക്സഡ് ഒന്നുമല്ല, നമ്മൾ റൊട്ടീനായിട്ട് കൊടുക്കുന്നു. അത് നമ്മൾ ഏത് രൂപത്തിലായിരിക്കണം? ക്യാഷ് ആയിട്ടിരിക്കുന്നു. ദെൻ എക്സ്ട്രാ ഡിവിഡൻഡ് ഷെയർ രൂപത്തിലും. ഓക്കെ, നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് സ്റ്റേബിൾ അല്ല. സ്റ്റേബിൾ ഏതിൽ മാത്രമല്ലോ? ഒന്നാമത്തെ ടൈപ്പിൽ മാത്രമല്ലോ. അത് സ്ഥിരമായിട്ട് 2 രൂപ കൊടുത്താൽ നമ്മൾ എല്ലാ കൊല്ലം 2 രൂപ കൊടുക്കണം. ഈ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്തിൽ നമ്മൾ എന്താ റെഗുലർ എന്ന് പറയുന്നുള്ളൂ, ഫിക്സഡ് അല്ല. അത് ചിലപ്പോൾ വാരി ചെയ്യാം. ഒരു കൊല്ലം കൂടാം, ഒരു കൊല്ലം കുറയാം.
അത് നമ്മൾ ഒരു കൊല്ലം പോലും വീഴ്ച വരുത്താണ്ട് നമ്മൾ റെഗുലറായിട്ട് കൊടുക്കണം. ഫിക്സഡ് എമൗണ്ട് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിർബന്ധം ഏതിന് മാത്രമല്ല, ഫസ്റ്റ് ടൈപ്പിന് മാത്രമാണ് അത് സ്റ്റേബിളായിട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ കൊല്ലവും കൊടുക്കുന്ന ഡിവിഡൻഡ് സ്റ്റേബിൾ ആയിരിക്കണമെന്ന് ഫസ്റ്റിന് മാത്രമല്ല. ദെൻ ഇവിടെ ഫോർത്ത് വൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുക്കണം. ഒരു കൊല്ലം പോലും നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുന്നില്ല. പക്ഷേ അതിൽ നമ്മൾ റെഗുലറായിട്ട് കൊടുക്കുന്ന ഡിവിഡൻഡ് ക്യാഷ് രൂപത്തിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ഡിവിഡൻഡ്, ഇപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കൊല്ലം നമ്മൾ എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കും. ആ എക്സ്ട്രാ ഡിവിഡൻഡ് ഷെയർ രൂപത്തിലുമായിരിക്കും ഇതിൽ വിളിക്കുക. അത് ആ പോളിസിനെ വിളിക്കുന്ന പേരാണ് റെഗുലർ ഡിവിഡൻഡ് പ്ലസ് സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി. ഓക്കെ, അതാണ് ഫോർത്ത് ടൈപ്പായിട്ട് വരുന്നത്. Then the fifth type is irregular dividend policy. എന്തായിരിക്കും? Under this policy, the higher rates of dividend shall be paid in the year of higher profit and lower rates of dividend in the year of lesser profit. അതായത് നമ്മൾ എന്ത് ചെയ്യണില്ല, ഒരു സ്ഥിരതയില്ല. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കും, കുറവ് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ കുറവ് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു റെഗുലാരിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് പോളിസിയാണ് ഇറഗുലർ ഡിവിഡൻഡ് പോളിസി. കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ഇതിലും നാലെണ്ണം ഡിസ്കസ് ചെയ്തതിൽ 3 ഏതായിരുന്നു? റെഗുലർ ആയിരുന്നു. നമ്മൾ എല്ലാ കൊല്ലം ഒരു വീഴ്ച വരുത്താണ്ടും കൊടുക്കും. പക്ഷെ ചേഞ്ചസ് ഉണ്ടാവാം, അതിൽ ചേഞ്ചസ് ഉണ്ടാവാം, പക്ഷേ നമ്മൾ മുടക്കുണ്ടാവില്ല. പക്ഷെ ഫിഫ്ത്ത് വൺ പഠിച്ചാൽ അതിൽ ഇറഗുലർ ആണ്. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. ചിലപ്പോൾ ഒരു കൊല്ലം നമ്മൾ ലാഭം ഉണ്ടാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ആ കൊല്ലം ഡിവിഡൻഡ് കൊടുത്തില്ല എന്നും വരും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് 4 വരുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. Then the sixth one is residual dividend policy. In this policy, the dividend is distributed from the profit remaining after meeting the capital expenditure proposal. That means the dividend may be vary from year to year depending upon the earnings and availability of profitable investment opportunity. അതായത് നമ്മൾ നേരത്തെ ഒരു പേര് പഠിച്ചിട്ടുണ്ട്, റെസിഡുവൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ റെസിഡുവൽ പ്രോഫിറ്റ്? എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷെയർ ഹോൾഡേഴ്സിന് എലിജിബിലിറ്റി ഉള്ള പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് റെസിഡുവൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടൈപ്പാണ് ഇതിൽ പറയുന്നത്. നമ്മളൊരു റെസിഡുവൽ ഡിവിഡൻഡ് പോളിസിയാണ് ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ക്യാഷ് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ, കമ്പനിക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള ഈ പ്രോഫിറ്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡിവിഡൻഡായിട്ട് കൊടുക്കുള്ളൂ. ഓക്കെ, അതായത് കമ്പനിക്ക് എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഫണ്ട് ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുള്ളൂ. അതേസമയം ഇപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ അവർക്ക് എൻ്റയർ എമൗണ്ട് ഡിവിഡൻഡായിട്ട് കൊടുക്കും. അതാണ് വിളിക്കുന്ന പേരാണ് റെസിഡുവൽ ഡിവിഡൻഡ് പോളിസി. ഇൻ ദിസ് പോളിസി ദ ഡിവിഡൻഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രം പ്രോഫിറ്റ് റിമൈനിങ് ആഫ്റ്റർ മീറ്റിംഗ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രൊപ്പോസൽ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രൊപ്പോസൽ എന്ന് ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതും കൂടി മീറ്റ് ചെയ്തതിന് ശേഷമുള്ള ക്യാഷ് ഡിവിഡൻഡായിട്ട് കൊടുക്കുള്ളൂ. The dividends may vary from year to year depending upon the earnings and availability of profitable investment opportunity. നേരത്തെ പഠിച്ച പോളിസികളിലൊക്കെ എന്തിൽ മാത്രം ഉണ്ടാവുള്ളൂ? ഏണിങ്സിൻ്റെ വേരിയേഷൻസ് അനുസരിച്ചിട്ടാണ് ഡിവിഡൻഡ് വാരി ചെയ്യാം. പക്ഷെ ഇതിൽ ഏണിങ്സും ഉണ്ട്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. നല്ല ഏണിങ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആ കൊല്ലം നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായാൽ ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് വളരെ കുറച്ചേ കിട്ടുള്ളൂ. അതേസമയം നന്നായിട്ട് ഏണിങ്സ് ഉണ്ടാവുകയും ചെയ്തു, പ്രത്യേകിച്ച് നല്ലൊരു പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് അപ്പോൾ ചിലപ്പോൾ കൂടുതൽ ഡിവിഡൻഡ് കിട്ടുക. അപ്പോൾ ആ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് റെസിഡുവൽ ഡിവിഡൻഡ് പോളിസി. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് റെഡ്യൂസസ് ദ നീഡ് ഫോർ ഡിപ്പെൻഡിങ് ഓൺ എക്സ്റ്റേണൽ ഫണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ഫണ്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റെസിഡുവൽ പ്രോഫിറ്റിൽ നിന്ന്, റീറ്റെയിൻഡ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേറൊരു എക്സ്റ്റേണൽ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റെഡ്യൂസസ് ദ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്. അതുപോലെ ഇതിൻ്റെ എക്സ്റ്റേണൽ സോഴ്സ് പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിന് ഫണ്ട് കണ്ടെത്താനായിട്ട് നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും.
റെഡ്യൂസസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് തന്നെയാണ് നമ്മൾ എക്സ്റ്റേണലായിട്ട് ഫണ്ട് മൊബിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എക്സ്പെൻസസ്. നമ്മൾ അങ്ങനെ എക്സ്റ്റേണലായിട്ട് ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല, ഫണ്ട് മൊബിലൈസ് ചെയ്യണില്ല, അതുകൊണ്ട് നമുക്ക് എന്തും വരില്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റും വരില്ല. അപ്പോൾ അതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് ആർ ക്രിയേറ്റ്സ് വൊളാറ്റിലിറ്റി ഇൻ ഡിവിഡൻഡ് പേയ്മെൻറ്റ്. ഡിവിഡൻഡ് പേയ്മെൻറ്റിൽ വൊളാറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. വൊളാറ്റിലിറ്റി ക്രിയേറ്റ് എന്ന് വെച്ചാൽ റാപ്പിഡ് ചേഞ്ച്, വളരെ പെട്ടെന്നായിരിക്കും, അതും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അങ്ങനത്തെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക. കാരണം ഒരു ഷെയർ ഹോൾഡർക്ക് അറിയില്ല ഒരു കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് യാതൊരു തരത്തിലുള്ള പ്രൊഡിക്ഷൻസും നടത്താനായിട്ട് പറ്റില്ല. ചേഞ്ചസ് വിൽ ഹാപ്പൻ റാപ്പിഡ്ലി ആൻഡ് സഡൻലി. ഓക്കെ, അൺപ്രഡിക്റ്റബിളും ആണ്. നെക്സ്റ്റ് വൺ ക്രിയേറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. കാരണം കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എന്ത് കിട്ടുന്നില്ല, ഡിവിഡൻഡ് കിട്ടുന്നില്ല. അപ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ നന്നായിട്ട് ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് പോളിസിയാണ് ഈ റെസിഡ്യൂവൽ ഡിവിഡൻഡ് പോളിസി. അപ്പോൾ ഇത്രയ്ക്ക് ഡിവിഡൻഡ് പോളിസികളാണ് നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, പേര് തെറ്റിക്കരുത്. അന്ന് പഠിച്ചത് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്, ഇപ്പോൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി. ആദ്യം ഏതായിരുന്നു, സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ റെഗുലർ 3 ഉണ്ട്, ദെൻ ഇറഗുലർ ഉണ്ട്, പിന്നെ ഇപ്പോൾ പഠിച്ച റെസിഡ്യൂവൽ ഡിവിഡൻഡ് പോളിസി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിവിഡൻഡ് പോളിസി ആൻഡ് വാല്യൂ ഓഫ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കമ്പനിയുടെ വാല്യൂ കൂടും എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കമ്പനി റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടും, അല്ലെങ്കിൽ റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നില്ലെങ്കിൽ ഷെയർ വാല്യൂ കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിവിഡൻഡ് പോളിസി ആൻഡ് വാല്യൂ ഓഫ് ഫേം. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ദ വാല്യൂ ഓഫ് ദി ഫേം ക്യാൻ ബി മാക്സിമൈസ് ഇഫ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ഈസ് മാക്സിമൈസ്. ഒരു കമ്പനിയുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ മതി. There are two school of thoughts on relationship between dividend policy and value of firm. ഈ ഡിവിഡൻഡ് പോളിസിയും വാല്യൂ ഓഫ് ഫേമും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് schools of thought ഉണ്ട്. According to one thought, dividend decision does not affect the shareholders' wealth. അതായത് ഒരു തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നതും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തും തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. ഓക്കെ, കമ്പനി ഡിവിഡൻഡ് കൊടുത്താലും ശരി കൊടുത്തില്ലെങ്കിലും ശരി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ചേഞ്ച് ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഷെയർ വാല്യൂ ഓഫ് ദി ഫേമും ചേഞ്ച് ചെയ്യണില്ല എന്നാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട് പ്രകാരമുള്ള അവരുടെ അഭിപ്രായം. ഓക്കെ, അക്കോർഡിംഗ് ടു വൺ തോട്ട്, ഡിവിഡൻഡ് ഡിസിഷൻ ഡസ് നോട്ട് എഫക്ട് ദി ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഡിവിഡൻഡ്സ് ആർ ഇറലവൻറ്റ്. അതായത് കമ്പനിയുടെ വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് യാതൊരു പ്രത്യേകിച്ചൊരു റോളും ആർക്കില്ല എന്നാണ്, ഈ ഡിവിഡൻഡിന് ഇല്ല എന്നാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു അനദർ തോട്ട്, ഡിവിഡൻഡ് ഡിസിഷൻ എഫക്ട് ദി ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ആൻഡ് ഓൾസോ ദി വാല്യൂ ഓഫ് ദി ഫേം. പക്ഷേ രണ്ടാമത്തെ തോട്ട് പ്രകാരം പറയുന്നത് കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസിയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. കമ്പനി ഡിവിഡൻഡ് കൊടുത്താൽ വെൽത്ത് കൂടും, ആസ് എ റിസൾട്ട് വാല്യൂവും കൂടും. കമ്പനി ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിൽ വെൽത്ത് കുറയും, ആസ് എ റിസൾട്ട് വാല്യൂ കുറയും എന്നാണ് പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദ ഡിവിഡൻഡ് ഈസ് റെലവൻറ്റ്. അത് ഈ തിയറി പ്രകാരം അല്ലെങ്കിൽ ഈ തോട്ട് പ്രകാരം ഡിവിഡൻഡ് പോളിസി റെലവൻ്റ് ആണ്. ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് ദ വാല്യൂ ഓഫ് ദി ഫേം. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് പോളിസിയും വാല്യൂ ഓഫ് ദി ഫേമും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഫസ്റ്റ് തോട്ട് പ്രകാരം കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസിയും അതുപോലെ ഷെയർ ഹോൾഡേഴ്സ് വെൽത്തും തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. അതുകൊണ്ട് തന്നെ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താലും ചെയ്തില്ലെങ്കിലും വാല്യൂവിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. ആ ഒരു കാരണം കൊണ്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതുകൊണ്ട് വാല്യൂവിൽ മാറ്റം ഉണ്ടാവില്ല. അതാണ് വൺ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ഇറലവൻ്റ് ആണ്. ദെൻ സെക്കൻഡ് തോട്ട് പ്രകാരം പറയുന്നത് കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസിയും ഷെയർ ഹോൾഡേഴ്സ് വെൽത്തും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. കമ്പനി ഡിവിഡൻഡ് കൊടുത്താൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂടും, അതുകൊണ്ട് തന്നെ എന്ത് കൂടും, കമ്പനിയുടെ വാല്യൂ കൂടും. അതേസമയം കമ്പനി ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കുറയും, അതുകൊണ്ട് കമ്പനിയുടെ വാല്യൂ കുറയും. അതുകൊണ്ട് അതെന്ത് തിയറിയാണ്, റെലവൻ്റ് തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇറലവൻ്റും ഉണ്ട് റെലവൻ്റും ഉണ്ട്, രണ്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നോക്കാം, ഇറലവൻസ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ്. അതായത് ഇറലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനിയുടെ ഡിവിഡൻഡ് പേയ്മെൻറ്റും വാല്യൂവും തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. കമ്പനി ഡിവിഡൻഡ് കൊടുത്തത് കൊണ്ടോ
വാല്യൂ കൂടാനോ ഡിവിഡൻഡ് കൊടുക്കാത്തത് കൊണ്ടോ വാല്യൂ കുറയാനോ പോണില്ല എന്നാണ് ഈ തിയറി പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് ഓൺ ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ ആൻഡ് വാല്യൂ ഓഫ് ദി ഫേം ആൻഡ് ഹെൻസ് ദ ഡിവിഡൻഡ് പോളിസി ഈസ് ഇറലവൻറ്റ്. ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് ഓൺ ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ. കമ്പനി ഫോളോ ചെയ്യുന്ന ഡിവിഡൻഡ് പോളിസിക്ക് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല ഏതിൻ്റെ മുകളിൽ? മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ ആൻഡ് വാല്യൂ ഓഫ് ദി ഫേം. കമ്പനിയുടെ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിൻ്റെ മുകളിലോ കമ്പനിയുടെ വാല്യൂയുടെ മുകളിലോ യാതൊരു റോളും ആർക്കില്ല? ഡിവിഡൻഡ് പോളിസിക്ക് ഇല്ല എന്നാണ് ഈ തിയറി പറയുന്നത്. ഹെൻസ് ദ ഡിവിഡൻഡ് പോളിസി ഈസ് ഇറലവൻറ്റ്. അതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് പോളിസി ഇറലവൻറ്റ് എന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഡു നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ. ഈ തിയറി പ്രകാരം പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഡിവിഡൻഡ് കിട്ടിയാൽ അത് വാങ്ങി വയ്ക്കും, അല്ലെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവും. അതായത് ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുക്കാണ്ട് റീറ്റെയിൻ ചെയ്ത് വെച്ചാലും ആർക്ക് തന്നെയാണ് ലാഭം? ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് ലാഭം. അവരുടെ കാശ് എവിടെ കിടക്കുന്നുണ്ടാവും? ഫേമിൽ കിടക്കുന്നുണ്ടാവും. അവർ ഇറക്കിയ മുതൽ ഇങ്ങനെ കൂടി വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടണതോ അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്ത് വെക്കുന്നതോ യാതൊരു ഇഷ്യൂ അല്ല. അവർക്ക് അങ്ങനെ ഡിവിഡൻഡ് കിട്ടണത് കൊണ്ട് അവരുടെ വെൽത്ത് കൂടി, കിട്ടാത്തത് കൊണ്ട് വെൽത്ത് കുറയുകയും ചെയ്യുന്നില്ല. അതാണ് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ഡു നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ. കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത് കൊണ്ട് ഡിവിഡൻഡ് കിട്ടി, അതുകൊണ്ട് അവരുടെ വെൽത്ത് കൂടും ചെയ്യുന്നില്ല, കിട്ടാത്തത് കൊണ്ട് കുറയും ചെയ്യുന്നില്ല. ഡിവിഡൻഡ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് അവർക്ക് വേറൊരു പോസിറ്റീവ് ഉള്ളത്, അവർക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നുണ്ട്. അവരിറക്കിയ മുതലിനും കൂടെ ഇങ്ങനെ ഓരോ എമൗണ്ടുകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. Their basic desire is to earn higher return on their investment either in the form of dividend or in capital gain. ഒന്നല്ലെങ്കിൽ ഡിവിഡൻഡ് രൂപത്തിൽ എനിക്ക് ഡിവിഡൻഡ് കിട്ടുക, അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടിയാൽ മതി? ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയാൽ മതി. അതായത് ഇപ്പോൾ 1,00,000 രൂപ ഇറക്കിയിട്ടുണ്ട്, ആ 1,00,000 ഇങ്ങനെ കൊല്ലം കൂടി വന്നാൽ മതി. അതായത് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുമ്പോൾ എനിക്ക് കിട്ടാൻ അർഹതയുള്ള എമൗണ്ട് അവിടെ കമ്പനിയുടെ റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറഞ്ഞ പേരിലുണ്ട്. അവസാനം ആ ഫണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ആർക്ക് കിട്ടും? ഏറ്റവും അവസാനം ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. ദെൻ അവർ കാശ് ഉപയോഗിച്ചു, ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കാശ് ഉപയോഗിച്ചാലും അതിൻ്റെ ബെനിഫിറ്റും ആർക്ക് തന്നെയാണ് കിട്ടുക? ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് കിട്ടുക. അതേ അവരുടെ ബേസിക് ഡിസയർ ഉള്ളതാണ് പറഞ്ഞത്. ദെയർ ബേസിക് ഡിസയർ ഈസ് ടു ഏൺ ഹയർ റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് either in the form of dividend or in capital gain. ഒന്നല്ലെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടായാൽ മതി. ഞാൻ ഇറക്കിയ വാല്യൂവിനേക്കാൾ കൂടുതൽ വാല്യൂ എനിക്ക് കിട്ടിയാൽ മതി. അത് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഉള്ളു. ഇമ്പോർട്ടൻസ് ഇറലവൻസ് തിയറീസ്. നമുക്ക് മെയിനായിട്ടും രണ്ട് ഇറലവൻസ് തിയറിയാണുള്ളത്. മോഡിഗ്ലിയാനി ആൻഡ് മിലർ തിയറി ആൻഡ് റെസിഡുവൽ തിയറി. അതിൽ നമുക്ക് ഫസ്റ്റത്തെ മാത്രമാണ് പഠിക്കാനുള്ള മോഡിഗ്ലിയാനി മിലർ തിയറി, തിയറി. നമ്മൾ പണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാവും. അയാൾ ഡെവലപ്പ് ചെയ്ത ഒരു തിയറി തന്നെയാണ് ഇവിടെയും പഠിക്കേണ്ടത് നമുക്ക്. മോഡിഗ്ലിയാനി മിലർ തിയറിയും അതുപോലെ റെസിഡുവൽ തിയറി ഉണ്ട്. അതിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് മോഡിഗ്ലിയാനി മിലർ തിയറിയാണ്. അത് ഇറലവൻസി, അതിൻ്റെ വേറൊരു പേരാണ് ഇറലവൻസി തിയറി. കാരണം അറിയാം ഇത് ഇറലവൻ്റ് ആണ്, ഡിവിഡൻഡ് പോളിസി ഇറലവൻ്റ് ആണ്. അതുകൊണ്ട് മോഡിഗ്ലിയാനി മിലർ തിയറിനെ തിയറി എന്ന് ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ ഇറലവൻസി തിയറി എന്നും പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡിഗ്ലിയാനി ആൻഡ് മിലർ ഇറലവൻസി തിയറി. ഷോർട്ടായിട്ട് നമ്മൾ തിയറി എന്ന് പറയാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇറലവൻസ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് പോളിസിയിൽ രണ്ട് തിയറീസാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള തിയറി ഏതാണ്? മോഡിഗ്ലിയാനി ആൻഡ് മിലർ ഇറലവൻസി തിയറിയാണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടെണ്ണം ഉണ്ടായാലും ഒന്നാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇക്വേഷൻസും പ്രോബ്ലംസും ഒക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. This theory states that when a company pays dividend, the market price of its share increases and value of the firm increases. അതായത് ഈ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുത്താൽ അവരുടെ എന്തുണ്ടാവും? നമ്മൾ സാധാരണ പറയണം തന്നെ, ഏത് കമ്പനിയാണോ ഡിവിഡൻഡ് കൊടുക്കുന്നത് ആ കമ്പനിയുടെ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂടും ചെയ്യും. അതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് ദി കമ്പനി ഇൻക്രീസ് ആവും ചെയ്യും. ഓക്കെ, ബട്ട് ഡ്യൂ ടു ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ദ ക്യാഷ് ബാലൻസ് ഡിക്രീസസ്. അപ്പോൾ നമ്മൾ ഡിവിഡൻഡ് കൊടുത്തു, എല്ലാ ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവർക്കും ഡിവിഡൻഡ് കൊടുത്തു, നമ്മുടെ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടി, മാർക്കറ്റ് വാല്യൂയും കൂടി, എല്ലാതും കൂടിയിരിക്കുകയാണ്. പക്ഷെ കമ്പനിയുടെ ഡിവിഡൻഡ് കൊടുത്തത് കൊണ്ട് അവിടെ കമ്പനിയിൽ എന്തുണ്ടായി?
ലിക്വിഡിറ്റി കുറഞ്ഞു, ക്യാഷ് ബാലൻസ് കുറഞ്ഞു. ഡിവിഡൻഡ് കൊടുത്തത് കൊണ്ട് അവർ ഏൺ ചെയ്ത പ്രോഫിറ്റ് ഫുള്ളും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു. അവിടെ റീറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് അധികം ക്യാഷ് ഉണ്ടാവില്ല. ഡ്യൂ ടു ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ദി ക്യാഷ് ബാലൻസ് ഡിക്രീസസ്. Consequently, fund level in the company decreases and the company issue new equity shares at the time of requirement. അപ്പോൾ റീറ്റേൺ ചെയ്ത് വെക്കാണ്ട് നമ്മൾ ഡിവിഡൻഡ് കൊടുത്തത് കൊണ്ട് കമ്പനിയിൽ ക്യാഷ് അധികം ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ദേ ഹാവ് ടു ഇഷ്യൂ ന്യൂ ഷെയർസ്. അവർക്ക് ഫണ്ട് മൊബിലൈസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പുതിയ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതാണ് പറഞ്ഞത് കോൺസിക്വൻ്റ്ലി ഫണ്ട് ലെവൽ ഇൻ ദ കമ്പനി ഡിക്രീസസ്. കമ്പനിയുടെ കയ്യിലുള്ള ഫണ്ട് ലെവൽ റീറ്റേൺ ചെയ്ത് വെക്കാത്തത് കൊണ്ട് അവരുടെ കയ്യിലുള്ള ഫണ്ട് ലെവൽ കുറഞ്ഞു. ദ കമ്പനി ഇഷ്യൂ ന്യൂ ഇക്വിറ്റി ഷെയർസ് അറ്റ് ദ ടൈം ഓഫ് റിക്വയർമെൻറ്റ്. അവർക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഫണ്ടിന് എന്തെങ്കിലും റിക്വയർമെൻറ്റ് വരുമ്പോൾ അവരെന്ത് ചെയ്യും? പുതിയ ഷെയർസ് അവർ ഇഷ്യൂ ചെയ്യും. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സപ്ലൈ ഓഫ് ഷെയർസ് ഇൻക്രീസസ്, ദ പ്രൈസ് ഓഫ് ദി ഷെയർസ് ഡിക്രീസസ് ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം ഓൾസോ ഡിക്രീസസ്. അപ്പോൾ കമ്പനിക്ക് റിക്വയർമെൻറ്റ് വന്നു എന്ന് വിചാരിക്കുക. ആ റിക്വയർമെൻറ്റ് വന്നപ്പോൾ എന്തുണ്ടായി? അവർ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തു. പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ കമ്പനിയുടെ ഷെയർസിന് സപ്ലൈ കൂടുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? പ്രൈസ് കുറയും, വാല്യൂവും കുറയും. Okay, thus whatever increase took place in the price of shares through the payment of dividend gets nullified due to the increase in the supply of shares. അപ്പോൾ നമ്മൾ ഏറ്റവും നമ്മൾ എന്താ പഠിച്ചു? ഡിവിഡൻഡ് കൊടുത്തത് കൊണ്ട് ഷെയർ വാല്യൂ കൂടിയിരിക്കുകയായിരുന്നു. ആ കൂടിയത് ഈ ഒരു കാരണം കൊണ്ട് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഈ തിയറി പ്രകാരം ഇവർ വാല്യൂ കൂടുന്നില്ല എന്നൊന്നും പറയുന്നില്ല. ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുത്താൽ അവരുടെ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടുന്നു, കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ എല്ലാതും കൂടും. പക്ഷെ അങ്ങനെ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അവർ റീറ്റേൺ ചെയ്ത് വെച്ച എമൗണ്ട് കുറയും. റീറ്റൻഷൻ എമൗണ്ട് കുറയുമ്പോൾ അതിൻ്റെ അർത്ഥം കമ്പനിയിൽ ക്യാഷ് അധികം ഉണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ഫണ്ടിന് റിക്വയർമെൻറ്റ് വന്ന് എമർജൻസി കേസിൽ എന്തെങ്കിലും ഒരു ഫണ്ടിന് റിക്വയർമെൻറ്റ് വന്നാൽ അവരുടെ കയ്യിൽ എടുത്തു കൊടുക്കാനായിട്ട് റെഡി ക്യാഷ് ഉണ്ടാവില്ല. ആ സമയത്ത് അവരെന്ത് ചെയ്യുന്നു? പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കമ്പനി ഷെയർ മാർക്കറ്റിൽ കമ്പനിയുടെ ഷെയറിൻ്റെ സപ്ലൈ കൂടുന്നു. ഷെയറിൻ്റെ സപ്ലൈ കൂടിയാൽ അതിൻ്റെ പ്രൈസ് കുറയുന്നു, കമ്പനിയുടെ വാല്യൂ കുറയുന്നു. അപ്പം നേരത്തെ നമ്മൾ ഡിവിഡൻഡ് കൊടുത്തത് കൊണ്ട് കൂടിയ ഷെയർ വാല്യൂ ഇപ്പോൾ നമുക്ക് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിവിഡൻഡ് പറയുന്നത്. അവിടെ കൂടിയത് ഇത് വെച്ച് കുറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒരു റിസൾട്ടും ഉണ്ടായില്ല. ഓക്കെ, ദസ് വാട്ട് എവർ ഇൻക്രീസ് ടുക്ക് പ്ലേസ് ഇൻ ദ പ്രൈസ് ഓഫ് ദി ഷെയർസ് ത്രൂ ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഗെറ്റ്സ് നള്ളിഫൈഡ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ സപ്ലൈ ഓഫ് ഷെയർസ്. തുടക്കത്തിൽ ഡിവിഡൻഡ് കൊടുത്തപ്പോൾ ഉണ്ടായ ഇൻക്രീസ് ഇൻ പ്രൈസ് ലെവൽ എന്ത് ചെയ്തു? ഇപ്പോൾ കുറഞ്ഞു. നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തു, ഷെയറിൻ്റെ സപ്ലൈ കൂടി, അതുകൊണ്ട് അവരുടെ പ്രൈസ് ലെവൽ കുറഞ്ഞു. ഇഫ് ദ കമ്പനി റേസ് ഫണ്ട് ത്രൂ ഡെപ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ദർ വിൽ ബി നോ ഇഫക്റ്റ് ഓൺ ദി വാല്യൂ ഓഫ് ദി ഫേം. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ റിക്വയർമെൻറ്റ് സമയത്ത് അവർക്ക് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് അവർ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തത് കൊണ്ട് ഷെയറിൻ്റെ സപ്ലൈ കൂടി, പ്രൈസ് ലെവൽ കുറഞ്ഞു എന്ന് പറഞ്ഞു. ശരി, ഇനി ആ കമ്പനി ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാണ്ട് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോഴും എന്തുണ്ടാവുന്നില്ല? കമ്പനിയുടെ വാല്യൂ കുറയുക തന്നെയാണ് ചെയ്യുന്നത്. എന്ന കാരണമാണ് പറയുന്നത് ദർ ഈസ് നോ ഇഫക്റ്റ് ഓൺ ദി വാല്യൂ. ദിസ് ഈസ് ബിക്കോസ് ന്യൂ ഡെപ്റ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസസ്. അപ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? പുതിയ ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കുക. ഫണ്ട് കണ്ടെത്താനായിട്ട് നേരത്തെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കുക. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും? ബിസിനസ്സിൻ്റെ റിസ്ക് കൂടും. ഓക്കെ, റിസ്ക് കൂടിയാൽ ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊരു ലാഭം എന്തുണ്ടാവുന്നില്ല? കമ്പനിക്ക് വാല്യൂവിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഇറലവൻസ് തിയറി എന്ന് പറയുന്നത്. കമ്പനി ഡിവിഡൻഡ് കൊടുത്തത് കൊണ്ട് ഒരു ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് വാല്യൂവിൽ ഇൻക്രീസ് ഉണ്ടായാലും കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ഡിക്രീസിങ് ആണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു എഫക്റ്റും എന്തുണ്ടാവുന്നില്ല? കമ്പനിയുടെ വാല്യൂവിന് ഉണ്ടാവുന്നില്ല എന്നാണ് ഈ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നു. ആ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടി, അത് ഒരു പോസിറ്റീവാണ്. പക്ഷേ അങ്ങനെ ഡിവിഡൻഡ് കൊടുത്തത് കൊണ്ട് കമ്പനിയുടെ ഫണ്ട് ലെവൽ കുറഞ്ഞു. എന്തെങ്കിലും ഒരു എമർജൻസി കേസിൽ ഫണ്ടിന് റിക്വയർമെൻറ്റ്സ് വന്നാൽ അവരെന്ത് ചെയ്യും? പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യും. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആണ്. ഷെയർസിന് ഇഷ്യൂ ചെയ്യുന്ന യാതൊരു നിർബന്ധമില്ല. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടായാലും അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടായാലും നമുക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ലോൺ എടുക്കണമെന്ന് വെച്ചാൽ എന്തുണ്ടായി? അവിടെ ബിസിനസ് റിസ്ക് കൂടി. നമ്മളപ്പോൾ റിസ്ക് കൂടിയത് കൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ റിട്ടേൺ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് പ്രത്യേകിച്ച് ലാഭം ഇല്ല.
ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ എന്തുണ്ടായി, ഷെയറിൻ്റെ സപ്ലൈ കൂടി പ്രൈസ് ലെവൽ കുറഞ്ഞു. അപ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടായാലും ഒരു ഡിവിഡൻഡ് കൊടുത്തത് കൊണ്ട് കമ്പനിയുടെ വാല്യൂവിൽ ചേഞ്ചസ് ഉണ്ടായാൽ അത് ഷോർട്ട് പീരീഡിലേക്ക് ഉണ്ടാവുള്ളൂ, കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ തിയറി പ്രകാരം എന്തെന്ന് പറയുന്നത്, ഡിവിഡൻഡ് പേയ്മെൻറ്റ് ഹാവ് നോ ഇഫക്റ്റ് ഓൺ ദി വാല്യൂ ഓഫ് ദി ഫേം. കമ്പനിയുടെ വാല്യൂവിനെ പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ഡിവിഡൻഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മോഡിഗ്ലിയാനി മില്ലർ തിയറിയുടെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ. കഴിഞ്ഞിട്ടില്ലേ കുറച്ചുകൂടി പോയിന്റ് പറയാനുണ്ട്. അപ്പോൾ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.